ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്ന് വുമൻസ് ഡേ ആണ്. പൊതുവെ ഇപ്പോൾ എല്ലാവരും സ്റ്റാറ്റസിലൂടെ മാത്രം വുമൻസിനെ ബഹുമാനിക്കുന്ന ഒരു ഡേ ആയി മാറിയിരിക്കുകയാണ് വുമൻസ് ഡേ അല്ലേ. നമുക്കെന്തിനാ മറ്റുള്ളവരുടെ ബഹുമാനമല്ലേ? നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക, നമ്മുടെ ലൈഫല്ലേ. നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ കണ്ടെത്തി നമുക്ക് വേണ്ടി കുറച്ച് ടൈം മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി ജീവിക്കുക. ഞാൻ അങ്ങനെ കേട്ടോ, എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാറുണ്ട്, എനിക്ക് വേണ്ടി ഞാൻ സമയം മാറ്റി വയ്ക്കാറുണ്ട്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ അമൃതാസിലെത്തിയത് കേട്ടോ. ഇവിടെ കരുനാഗപ്പള്ളിയിൽ അത്യാവശ്യം നല്ലൊരു സ്ഥലമാണ് കേട്ടോ അമൃതാസ്. ഞാൻ മിക്കവാറും ഞാൻ ഇവിടെ വരാറുണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു, എനിക്ക് ഫേഷ്യൽ ചെയ്യണമായിരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇവിടെയാണ് വരാറുള്ളത്. നമുക്ക് കംഫർട്ടായ സലൂണിലൊക്കെ നമ്മൾ പോകാറുള്ളൂ. അങ്ങനെ എനിക്ക് നല്ല കംഫർട്ടായ സലൂണാണ് കേട്ടോ അമൃതാസ്. ഞാനങ്ങനെ ഫേഷ്യലൊക്കെ ചെയ്തിട്ട് ഇറങ്ങി സുന്ദരിയായിട്ടില്ലേ. ഞാൻ സുന്ദരിയാണ് കേട്ടോ. അങ്ങനെ ആയിരിക്കണം, നമ്മൾ സുന്ദരി ആയിരിക്കണം. അതൊക്കെ പോട്ടെ. എന്നിട്ട് എനിക്ക് എസ് ഭാരതിലൊന്ന് പോകണമായിരുന്നു. വിഷു അല്ലേ, അപ്പോൾ എനിക്ക് ഫോട്ടോഷൂട്ടുണ്ട്. അപ്പോൾ എനിക്കതിന് വേണ്ടിയിട്ട് സെറ്റ് സാരി വാങ്ങണമായിരുന്നു. അത് മാത്രമല്ല കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അങ്ങനെ നേരെ എസ് ഭാരതിൽ വന്ന് സമാധാനത്തോടെ ഷോപ്പിംഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ്. പക്ഷേ നല്ല തിരക്കുണ്ടായിരുന്നു. പെരുന്നാളല്ലേ, പെരുന്നാളിൻ്റെ തിരക്കില്ലേ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയി. ഇപ്പം ഞാനോർത്ത് തിരക്കൊന്നും കാണില്ല, സമാധാനത്തിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ്. പക്ഷേ ഇങ്ങനെ ആളുകൾ തട്ടിയിട്ട് നടക്കാൻ വയ്യ, അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആദ്യം തന്നെ പൊതുവെ നമ്മൾ മെറ്റീരിയൽ സെക്ഷനിലോട്ടാണല്ലോ ആദ്യം പോകുന്നത്. അങ്ങനെ മെറ്റീരിയൽ സെക്ഷനിൽ പോയിട്ട് കുറേ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ സിസ്റ്ററിൻ്റെ കല്യാണമായിരുന്നു. അപ്പോൾ അവൾക്കും കുട്ടി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ രണ്ടും കൂടെ ഇറങ്ങിയത്. എന്നിട്ട് കളക്ഷനൊക്കെ അത്യാവശ്യം തീർന്നു തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. കാരണം പെരുന്നാളായതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ അനുസരിച്ച് സ്റ്റോക്കുകൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മിറർ കണ്ടാൽ എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം, അങ്ങ് ശീലിച്ചു പോയി. പിന്നെ ഞങ്ങൾക്ക് സാരി നോക്കണമായിരുന്നു. പിന്നെ അവളുടെ ഹസ്ബൻഡിന് ഷർട്ട് എടുക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതെല്ലാം എടുത്തു. പിന്നെയും ഞങ്ങൾ താഴെ മെറ്റീരിയൽ സെക്ഷനിൽ വന്നു. പിന്നെ ചുരിദാറിനുള്ള കുറച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ സെറ്റ് സാരി നോക്കണമായിരുന്നു. അങ്ങനെ പിന്നെയും മേലോട്ട് പോയി. അങ്ങനെ സെറ്റ് സാരി നോക്കി. സെറ്റ് സാരി ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല. കാരണം ഞാൻ 2-3 കളക്ഷനൊക്കെ ഇങ്ങനെ നോക്കി, ഇൻസ്റ്റയിൽ നോക്കി ഫോട്ടോ എടുത്ത് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ അങ്ങനെയുള്ള കളക്ഷൻസ് ഒന്നും അവിടെ ഇല്ലായിരുന്നു. എനിക്ക് കണ്ടിട്ട് പഴയ മോഡലൊക്കെ പോലെയാണ് തോന്നിയത്. അങ്ങനെ സെറ്റ് സാരി നോക്കി ഞാൻ ലാസ്റ്റ് സെറ്റും മുണ്ടിലോട്ടെത്തി. അങ്ങനെ സെറ്റും മുണ്ടും നോക്കി. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവം എനിക്ക് നോക്കിയിട്ട് കണ്ടില്ല. അങ്ങനെ അവിടെ പരതി കുറേ നേരം അങ്ങ് സമയം കളഞ്ഞു അവിടെ നിന്നു. അങ്ങനെ വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെറ്റും മുണ്ടും എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പം ഞാനതങ്ങ് എടുത്ത് ഇതാ എനിക്കിഷ്ടപ്പെട്ടു ഇത്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ബ്ലൗസൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് തോന്നി. പിന്നെ അതൊക്കെ എടുത്തിട്ട് ബില്ലൊക്കെ അടിച്ചിട്ട് പയ്യനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല ഈവനിങ് ആയി. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കരുനാഗപ്പള്ളി ലാലാജി തന്നെയുള്ള ചായത്തോണിയിൽ കയറി. പണ്ടൊക്കെ ഇവിടെ നിന്നായിരുന്നു ചായ കുടിക്കൽ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇരിക്കാനുള്ള ഫുഡ് കോർട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ചു. കൺഫ്യൂഷനായിരുന്നു, ഇഷ്ടംപോലെ പലഹാരങ്ങളുണ്ട്. ഈ പലഹാരങ്ങളൊക്കെ കാണുമ്പോൾ ഡയറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നു പോകും. പൊതുവേ ഞാനങ്ങനെ ഡയറ്റൊന്നും നോക്കാത്ത ആളാണ് കേട്ടോ. എനിക്കിഷ്ടമുള്ള സാധനങ്ങളെല്ലാം കഴിക്കാറുണ്ട്. അങ്ങനെ അമിതമായിട്ട് ഡയറ്റും കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. ഞങ്ങൾ വാങ്ങിച്ചത് പഴം നിറച്ചതും ചിക്കൻ ലോലിപോപ്പും എന്ന് പറയുന്നൊരു സംഭവമാണ്. പഴം നിറച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ചിക്കൻ ലോലിപോപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൻ്റെ അകത്തുനിന്ന് ചിക്കൻ കിട്ടുന്നില്ല എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ.